തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നും സ്വകാര്യ ബസ്സുകൾ AKG നഗർ വഴി പോകണമെന്ന ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം തള്ളി ജീവനക്കാർ. ബസ്സുകൾ റൂട്ട് മാറി ഓടുന്നുവെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുന്ന റോഡ് അല്ല ഇതുവഴി ഉള്ളതെന്ന് ബസ് ജീവനക്കാരും നേരത്തെ ഇതുവഴി സർവീസ് നടത്തിയിരുന്നതായി നാട്ടുകാരും പറയുന്നു. സ്വകാര്യ ബസ്സുകൾ AKG നഗർ വഴി കടന്നുപോകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗതാഗത മന്ത്രിക്ക് റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയത്. പരാതിയെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾ AKG നഗർ വഴി തന്നെ പോകണമെന്ന് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചു. എന്നാൽ ഈ നിർദ്ദേശം പാലിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ. AKG നഗർ വഴി സർവീസ് നടത്താൻ റോഡിന് മതിയായ വീതിയില്ലെന്നതാണ് പ്രധാന പരാതി. 2 വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ പോലും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് പ്രദേശത്തുണ്ടാകും. അവധി ദിവസങ്ങളിൽ പോലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ഇത് ഇരട്ടിയാകുമെന്നുമാണ് ജീവനക്കാരുടെ പരാതി. ഇതുവഴി സർവീസ് നടത്തുമ്പോൾ പലപ്പോഴും വീടുകളുടെ മതിലുകളിലും പടികളിലും തട്ടി ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന സ്ഥിതിയും ഉണ്ടാകാറുണ്ടെന്നും റോഡ് വീതി കൂട്ടി സൗകര്യമുണ്ടാക്കി തരണമെന്നുമാണ് ജീവനക്കാർ ആവശ്യപ്പെടുന്നത്. സംഭവം നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി തിരിക്കാൻ പറ്റുന്നില്ല. ഇത് ചെറിയൊരു വലിയ വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രാവിലെ തന്നെ ഇവിടെ ഫുള്ള് ബ്ലോക്കായി പോയി. ഇവിടുന്ന് അങ്ങേറ്റം വരെ ബ്ലോക്കായി. ഇവിടുന്ന് ഒരു വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ കയറുന്നത് നമ്മൾ അങ്ങേറ്റം വരെ റിവേഴ്സ് എടുക്കണം. നമുക്ക് പിന്നെ ഈ സ്പോട്ടിൽ എത്താൻ പറ്റൂല. വേറെ കൂടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് വേറെ കുറേ വണ്ടികൾ വരും, പ്രൈവറ്റ് ആരും വരും. പിന്നെ അവരോട്ട് അടി വീഴണം. വയ്യ, രാവിലെ 5 മണിക്ക് എണീക്കുന്നതാണ്, രാത്രി 10 മണിയാകുമ്പോഴാണ് തീരുന്നത്. ഇങ്ങനെ ഇവിടെ വന്നിട്ട് പോകാൻ പറ്റുന്നില്ല. 3 ട്രിപ്പാണ് കട്ടായ. മുൻ വർഷങ്ങളിൽ ഇതുവഴി സർവീസ് നടത്തിയിട്ടുള്ളതായും കൃത്യമായ ഇടവേളകൾ പാലിച്ചാണ് സ്വകാര്യ ബസ്സുകൾ എത്തുന്നതെങ്കിൽ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കാമെന്നുമാണ് റെസിഡൻസ് അസോസിയേഷന്റെ നിലപാട്. ബ്ലോക്കിന്റെ കാരണം ഈ 3 ബസ്സും ഒരുമിച്ച് വന്നതാണ്. ആക്ച്വലി ഒരുമിച്ചല്ല വരേണ്ടത്, 3 ടൈമിലാണ് വരേണ്ടത്. രാവിലെ 2 ബസ് ഇങ്ങനെ ഒരുമിച്ച് വന്നു. ഈ റോഡിൽ ബ്ലോക്കായി. അവർ ഒരു ബസ് RTA കാണിക്കാൻ വേണ്ടിയിട്ട് അവർ റിവേഴ്സിലെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പം ഇവിടെ അങ്ങനെ പോകുള്ളെന്ന് പറഞ്ഞു. ആക്ച്വലി അങ്ങനെയല്ല, ഒരു ബസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിയും, അടുത്ത ബസ് വരുമ്പോൾ അതും തിരിഞ്ഞു പോകും. ടൈം അഡ്ജസ്റ്റ് ചെയ്ത് 3, 4, 5 ട്രിപ്പ് വന്നാൽ മതി. അത് ആ ട്രിപ്പ് നേരത്തെ വന്നുകൊണ്ടിരുന്നതാണ്. ഒരു 3-4 കൊല്ലമായിട്ടാണ് ഇത് ഒട്ടും ഒരു ബസ് പോലും വരുന്നില്ല. നേരത്തെ ഞങ്ങളൊക്കെ ഓഫീസിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ അവരിവിടുന്ന് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നതാണ്. തങ്ങളുടെ റൂട്ടിലൂടെ ബസ് സർവീസ് നടത്തണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ന്യായമാണ്. എന്നാൽ അതിനോടൊപ്പം ബസ് ജീവനക്കാരുടെ ആശങ്കയും പരിഹരിക്കപ്പെടണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.